ഹായ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നിപ്പോൾ ദാണ്ട ഒരു മഞ്ഞ പാത്രത്തിനകത്ത് കുറേ മുരിങ്ങയിലയും മുരിങ്ങപ്പൂവും വെച്ചും കൊണ്ട് എന്തുവായി ചെയ്യുന്നതെന്നല്ലേ. എൻ്റെ ഒരു ചെറിയ വിശേഷം ഞാൻ പറയട്ടെ. ഞാൻ അമ്മയും കേശുകുട്ടനെയും കാണാനായിട്ട് ഞാൻ പോയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഫ്രിഡ്ജിലിരുന്ന് മുരിങ്ങിക്ക തന്നമ്മ. അന്നേരം അമ്മയ്ക്ക് തൃപ്തിയാവുന്നില്ല. അപ്പം പറഞ്ഞിട്ട് മുരിങ്ങ വരത്തിന്ന് നമുക്ക് കുറച്ച് പറിച്ചെടുക്കാം എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് അമ്മ ഇങ്ങനെ അമ്മയും കേശുകുട്ടനും അമ്മ ഇങ്ങനെ പിച്ചുമായിരുന്നു. അപ്പോൾ കേശുകുട്ടൻ ആ തോട്ടയിൽ ഇങ്ങനെ പിടിച്ചപ്പോഴത്തേക്കിനും ആ കമ്പോട് ഒടിഞ്ഞിഞ്ഞ് വീണ് കേട്ടോ. അത് മൊത്തം പൂവായിരുന്നു, പൂവും ചെറിയ നണികളുമായിരുന്നു. അപ്പോൾ എന്താപ്പം ചെയ്യുക, ഒടിഞ്ഞിഞ്ഞ് വീണ്. അപ്പോൾ പിന്നെ അതിനകത്തുനിന്ന് നമ്മൾ ഇലയും പിന്നെ കുറച്ച് പൂവും എല്ലാം കൂടി ഞാൻ കുറച്ച് എടുത്ത്, ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ, കുറച്ച് ഞാനെടുത്ത് ബാക്കി അവിടെയും തോരൻ വെക്കാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കഷ്ടമായിപ്പോയി കേട്ടോ. നല്ലൊരു കമ്പായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാനും ചിക്കും മാത്രമേ ഉള്ളൂ കേട്ടോ. സൈചേട്ടൻ ജോലിക്ക് പോയി. അപ്പം ഞാൻ വിചാരിച്ച് ഇത് തോരൻ വെക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ മുരിങ്ങപ്പൂവ് തോരൻ വെക്കാനായിട്ട് ഇതുകൊണ്ട് കടുക് വറുക്കുക കേട്ടോ. കടുക് വറുത്തിട്ട് അരപ്പരച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ചെറിയ ഉള്ളി കുറച്ച് തോനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് വഴറ്റിയിട്ട് ഇതങ്ങോട്ട് തട്ടി നന്നായിട്ട് വാടി വരുമ്പോൾ അരപ്പിടാമെന്ന് വിചാരിച്ച്. മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചാള കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വരച്ച് ചാള പൊരിക്കാം. അപ്പോൾ കൊഞ്ച് തീയൽ, ഇന്നലെ വൈകിട്ട് വെച്ച കൊഞ്ച് തീയൽ ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ അതും എടുത്ത് ചൂടാക്കിയാൽ മതി. അപ്പം ഞങ്ങൾക്കുള്ള ഉച്ചയ്ക്കുള്ള ഊണ് റെഡിയാവും. അപ്പം ഞാൻ മീൻ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് പൊരിക്കാൻ. അടുക്കളയിലെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ നട്ടപ്പറ വെയിലത്ത് മിറ്റം മൊത്തം നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് എനിക്ക്. ദാണ്ടേ പോവുക കേട്ടോ. അടുക്കള മുറ്റത്തുനിന്ന് നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ കന്നിമൂലയായതേ. അപ്പോൾ കന്നിമൂലയിൽ ഞങ്ങളൊരു പ്ലാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് 3 ചക്ക പിടിച്ച് പ്ലാവ് വെച്ച് പിറ്റേ മാസം തന്നെ ഈ ചക്ക വീണ്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ദാണ്ട നമ്മുടെ ആമ്പൽ പൂത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ദിവസവും 2-3 പൂവ് കാണും, എല്ലാ ദിവസവും കാണും. നല്ല പൂവായി ആമ്പൽ കേട്ടോ. ഇത് നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഇതിനെ കാണാനായിട്ട് ഞാൻ അപ്പുറത്തെ സൈഡിൽ പോയില്ല. അപ്പോൾ ഇവരെ കണ്ട് ഇനി നമുക്ക് ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് നടന്നു പോവാം. ദാണ്ടേ, എനിക്ക് മിറ്റം മൊത്തം ഇൻ്റർലോക്ക് ഇട്ടത് കൊണ്ട് എനിക്ക് ഈ സാധനങ്ങളൊന്നും വെക്കാൻ സ്ഥലമില്ല. എനിക്ക് ചാമ്പ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മാവ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലാവുണ്ട്. പക്ഷേ ഇതൊക്കെ ഞാൻ എവിടെ വെക്കും? അതുകൊണ്ട് എന്നാൽ നല്ല വെയിലുമായി ഇവിടെ. അതുകൊണ്ട് ഞാനുണ്ടല്ലോ പഴയ പെയിൻറ്റ് ബക്കറ്റ് ശേഖരിച്ച് വെച്ചിട്ട് ഞാൻ അതിനകത്ത് നട്ടേക്കുവാ. പക്ഷേ ഇതാ മാങ്ങ പിടിച്ച് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഈ ചക്കയും മാങ്ങയൊക്കെ കാണുമ്പോൾ. പാമ്പിനെ പേടിച്ചിട്ടിപ്പോൾ പുറത്തിറങ്ങാൻ വയ്യ. കണ്ണടയ്ക്കുമ്പോഴും മുമ്പിൽ പാമ്പാ, ഉറക്കമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഒന്നും മുമ്പിൽ ഞാനിപ്പോൾ അങ്ങനെ വരത്തില്ല. ഇത് ഉച്ച സമയമായതുകൊണ്ട് ഓടി വന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ചോറുണ്ണാം. തീയൽ, അച്ചാറ്, തോരൻ, മീൻ പൊരിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.